വരുന്നില്ലേ? നിധി, എനിക്ക് പേടിയാവുന്നു. മരുന്ന് വാങ്ങിക്കാനായി ഇറങ്ങിയതാ. ചെന്ന് പെടാൻ പോകുന്നത് പാറുവിന്റെ മുമ്പിലായിരിക്കും. ഷോ, തലങ്ങും വിലങ്ങുള്ള 100 ചോദ്യങ്ങള് പടപടാന്ന് വരും. ഞാൻ നിന്ന് വേർക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ, അറിഞ്ഞുകൊണ്ടല്ലേ ആ CKCയുടെ വീട്ടിൽ ചെന്ന് കയറി കൊടുത്തത്? ആക്സിഡന്റ് ആയ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടുന്ന് തിരിച്ചു പോരായിരുന്നില്ലേ? ഈ കേസിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നുള്ള കാര്യം ഉറപ്പാ. ആന്റി തന്നെ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു. ഉത്തരം മുട്ടിയാൽ ഞാൻ സത്യം വിളിച്ചു പറയും. എന്ത് സത്യം? CKCയുടെ കാര്യം ഞാനങ്ങ് തുറന്നു പറയും. ദേ, കൊന്നുകളയും ഞാൻ, പറഞ്ഞേക്കാം. ഓരോ കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ച് വന്നോളൂ. വന്നേ ഇങ്ങോട്ട്. ആന്റി, വേഗം മുറിയിലേക്ക് വെക്കോ. ഗൗതം വന്നിട്ടില്ല എന്നാ തോന്നുന്നത്. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അത്യാവശ്യമായിട്ട് ഗുളിക വാങ്ങിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളെ കാണാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി ഇവളെ വഴിയിൽ വെച്ച് കെട്ടിക്കാണുന്നു. പാറുവിന്റെ ഊഹം കൃത്യ. ഈ നിധി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് എന്നെ എവിടേക്ക് വിളിച്ചോണ്ട് പോയിന്നറിയോ? ആ, നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നീ വന്നോ? ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായി മോളെ? ആ ജോലി കിട്ടുവോ? ജോലി കിട്ടിയോന്ന് ചോദിച്ചാ കിട്ടി, കിട്ടിയ ജോലി പോയോന്ന് ചോദിച്ചാ പോവുകയും ചെയ്തു. അതെന്ത് പരിപാടിയാ? കിട്ടലും പോകലൊക്കെ ഒരു ദിവസം തന്നെ നടന്നോ? ഒന്നും പറയണ്ടമ്മേ. ഇന്റർവ്യൂ സ്ഥലത്ത് വെച്ച് ഒരു സംഭവം ഉണ്ടായി. എന്റെ അവസാന പിടിവള്ളിയായി ജോലി. ഇതോടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മാനം വിറ്റ് ജീവിക്കാൻ വയ്യമ്മേ. ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞിനെ കൊന്നുകളയാനും വയ്യ. ഞാൻ തന്നെയാണമ്മേ ആ ജോലി ആ കുട്ടിക്ക് വിട്ടുകൊടുത്തത്. അതെന്തായാലും നന്നായി. മറ്റുള്ളവരുടെ ദുഃഖം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരെ യഥാർത്ഥ മനുഷ്യരാവും. ഭർത്താവ് മരിച്ച കുട്ടിയല്ലേ, ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാവും. സത്യത്തിൽ നീ ഒരു ആത്മഹത്യയിൽ നിന്നുമാണ് ആ കുട്ടിയെ രക്ഷിച്ചത്. അല്ല, ഗൗതമൻ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, അതെന്തായി? ആ, വേണമെങ്കിൽ സെയിം പിഞ്ചെന്ന് പറയാം. ജോലി കിട്ടി, അതുപോലെ തന്നെ പോവുകയും ചെയ്തു. ആഹാ, അതും അങ്ങനെയായോ? പിന്നല്ലാതെ. വേല് തന്നെ വിളവ് തിന്നണമെന്നായിരുന്നു അവിടുത്തെ മാനേജറുടെ ആവശ്യം. അയാള് ചെയ്യുന്ന അല്ലറ ചില്ലറ തട്ടിപ്പുകൾക്കൊക്കെ ഞാൻ കൂട്ടു വയ്ക്കണമെന്ന് പറഞ്ഞു. താൻ പോയി തന്റെ പണി നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇറങ്ങി പോന്നു. അതാണ് എന്റെ ഭർത്താവ്. അങ്ങനെ തെറ്റ് ചെയ്യാൻ കൂട്ടു നിന്നിട്ട് കിട്ടുന്ന ജോലി ശമ്പളമൊന്നും നമുക്ക് വേണ്ട ഗൗതം. ഇതിനെയാണ് ചക്കിക്കൊത്ത ചങ്കര എന്ന് പറയുന്നത്. കിട്ടിയ ജോലി കളഞ്ഞിട്ട് വന്നിട്ട് രണ്ടുപേരും പരസ്പരം പുകഴ്ത്തുന്ന കണ്ടില്ലേ? അതൊന്നും സാരമില്ല. രണ്ടുപേരും ചെയ്തത് നല്ല കാര്യം തന്നെയാ. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, നിങ്ങൾക്ക് വേറെ ജോലി കിട്ടും. പിന്നല്ലാതെ. ദേ, ചക്കിക്കൊത്ത ചങ്കറിന്റെ കൂടെ ഇപ്പൊ ഒരു ചങ്കരിയും കൂടെ ആയത് കണ്ടോ? അല്ല, കോടീശ്വരനായ ഗൗതം ഗോപിനാഥിന് ഇതെന്തു പറ്റി? ആ ഗോപിനാഥനെ കൂടി പറയിപ്പിക്കാനായിട്ട് തെരുവിൽ തെണ്ടിത്തിരിഞ്ഞിങ്ങനെ നടക്കുകയാണല്ലേ? അന്നെന്റെ പിറന്നാൾ ഫംഗ്ഷനിലേക്ക് കയറി വന്ന് ഞാൻ ക്ഷണിച്ചു വരുത്തി എന്റെ അതിഥികളുടെ മുന്നിൽ വെച്ച് എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചപ്പോ ഒരു വല്ലാത്ത നിർവൃതി തോന്നി നിനക്കല്ലേ? അതിനുശേഷം നിന്നെ വേണ്ട രീതിയിൽ എനിക്കൊന്ന് കാണാൻ പറ്റില്ല. നമ്മൾ തമ്മിൽ വീണ്ടും കാണാനുള്ള അവസരമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്. എന്റെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും പിടിച്ചു വാങ്ങി പ്രണവിന് കൊടുക്കാൻ വേണ്ടി കുറെ കള്ള ഡോക്യുമെന്റ്സും ഉണ്ടാക്കി എന്നെ ചതിച്ച് അതിൽ ഒപ്പിടിച്ച് ഏതോ ഇന്റർനാഷണൽ തരികടയെ കൊണ്ട് അത് രജിസ്റ്റർ ചെയ്തതായിട്ട് വരുത്തി തീർത്ത് കോടതിയിൽ നിന്നൊരു ഓർഡറും സംഘടിപ്പിച്ച് താൻ പ്രണവിനെയും ശിവാനിയും എന്നെ കുടിയേർക്കാനായിട്ട് പറഞ്ഞു വിട്ടായിരുന്നല്ലോ. ആ ഡോക്യുമെന്റ് ഫേക്കാണെന്ന് തെളിയിക്കാൻ ഞാൻ നേരത്തെ തന്നെ എല്ലാം പ്രണവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള രേഖകൾ മാത്രം മതിയായിരുന്നു.